മനോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നമ്മുടെയൊക്കെ രാവുകളെ പകലാക്കി മാറ്റിയ ഉത്സവം സമാപിച്ചു. അറിയാമല്ലോ, ലോകകപ്പ് ഫുട്ബോൾ മത്സരം അവസാനിച്ചു. അവസാനത്തെ ആ കപ്പുയർത്താനുള്ള ഭാഗ്യം ലഭിച്ചത് സ്പെയിൻ ടീമിനാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ അർജൻറ്റീന നിരാശാജനകമായ ഒരു പ്രകടനമാണ് ഫൈനലിൽ കളിച്ചത്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരു നല്ല ഫൈനൽ മത്സരത്തിൻ്റെ ലെവലിലേക്ക് ഈ മത്സരം ഉയർന്നിട്ടില്ല. 1990 വെസ്റ്റ് ജർമ്മനി അർജൻറ്റീന ഫൈനലും ഇതുപോലെ തന്നെയാണെന്നാണ് കളി വിദഗ്ധർ പറയുന്നത്. കാരണം കുറേയധികം ഫൗളുകളൊക്കെ നടത്തി ആ കളിയുടെ സ്വാഭാവികത നശിപ്പിക്കുവാൻ പലപ്പോഴും അർജൻറ്റീന ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കളിയുടെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് കാണുന്നത്. പലപ്പോഴും ആക്രമണം മറന്ന അർജൻറ്റീന, അതായത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അവർ കാണിച്ച അതേ പാറ്റേണിൽ തന്നെയാണ് അവർ തുടങ്ങിയത്. അവസാനം തിരിച്ചടിക്കാമെന്ന ഒരു ചിന്തയിലായിരിക്കാം അവരങ്ങനെ കളിച്ചിട്ടുണ്ടാവുക. അതായത് ആക്രമണത്തിൽ അവരുടെ പ്രധാനപ്പെട്ട കുന്തമുനയായ മെസ്സിയെ റോഡ്രിയും സംഘവും പൂട്ടിയതോടുകൂടി അവരുടെ ആക്രമണത്തിൻ്റെ മുനയൊടിഞ്ഞു. ഈ കളിയുടെ സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90 മിനിറ്റ് കളിയിൽ ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും അർജൻറ്റീനയ്ക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കളിച്ച് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ പരിതാപകരമായ ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എൽസോ ഫെർണാണ്ടസിൻ്റെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകൽ, അതും അവർക്കൊരു തിരിച്ചടിയായി മാറി. ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ എന്നിവരുടെ പെട്ടെന്നുള്ള പരിക്കും ഒക്കെ തന്നെ അവരുടെ ഇന്നലത്തെ കളിയിലെ വലിയ ഡ്രോബാക്സ് ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ മനഃപൂർവ്വമായിട്ടുള്ള പല ഫൗളുകളും അവർ പുറത്തെടുത്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾ നടത്തിയ ഒരു ടീം എന്ന് പറയുന്നത് അർജൻറ്റീനയായിരിക്കും. പണ്ട് മുതൽക്ക് തന്നെ നമുക്കറിയാവുന്നതുപോലെ ഒരു ഗുസ്തി മത്സരത്തിൻ്റെ ലെവലിലേക്ക് തന്നെയാണ് അർജൻറ്റീന എല്ലായ്പ്പോഴും കളികൾ കൊണ്ടുവരിക. പക്ഷേ അതവർ മെയിൻറ്റെയിൻ ചെയ്യുക അവരുടെ ആക്രമണ ഫുട്ബോളിലൂടെയാണ്. പക്ഷേ ഇന്നലെ ആക്രമണ ഫുട്ബോൾ അവർക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല. അവരുടെ ഫൗളുകൾ മാത്രമാണ് ലോകം കാണാൻ ഇടയായത്. സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ പാസുകൾ, 700-ലധികം പാസുകളാണ് സ്പെയിൻ ഇന്നലെ ചെയ്തത്. ആ പാസുകളിലൂടെ കൃത്യമായിട്ട് തന്നെ അർജൻറ്റീനിയൻ ഗോൾ മുഖത്തേക്ക് 22ഓളം അറ്റാക്കുകൾ അവർ നടത്തി. അതിൽ തന്നെ 12ഓളം ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അവർക്ക് നടത്താൻ പറ്റി എന്നുള്ളതും, അവസാനം നിക്കോ വില്യംസും ഫെറാൻ ടോറസും കൂടി നടത്തിയ ഒരു അറ്റാക്കിങ്ങിൽ ഫെറാൻ ടോറസ് എക്സ്ട്രാ ടൈമിൽ അവർക്ക് ഗോൾ 105-ാമത്തെ മിനിറ്റിൽ അവർക്ക് ഗോൾ നേടിക്കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സ്പാനിഷ് ഗോൾ മുഖത്ത് ഉനൈ സിമോണി യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ഗോൾ വല കാക്കാൻ പറ്റി. അർജൻറ്റീനയുടെ വിധി മറ്റൊന്നാകുമായി, ഇതിലധികം ഗോളുകൾ വീഴുമായിരുന്നു. എന്നാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോൾ കീപ്പറുടെ ആ ഒരു 11ഓളം സേവുകളാണ് അദ്ദേഹം ഈ മത്സരത്തിൽ നടത്തിയത്. മികച്ച സേവുകൾ, എമാലിൻ്റെ ഫ്രീ കിക്ക് അടക്കമുള്ള സേവുകൾ അദ്ദേഹം നടത്തിയിരുന്നു. ശരിക്കും ഈ പോരാട്ടം മാർട്ടിനസും സ്പെയിനും തമ്മിലാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകുമായിരുന്നു. കളിക്ക് ശേഷം പരഡേസൊക്കെ അടക്കമുള്ള ആളുകൾ സ്പെയിൻ കളിക്കാരെ അടിക്കാൻ പോയതും തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ പരഡേസിന് റെഡ് കാർഡ് കിട്ടിയതുമൊക്കെ അർജൻറ്റീനയ്ക്ക് വരും കാലങ്ങളിൽ ഒരു തീരാ കളങ്കമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ലോകകപ്പ് സമയത്ത് നമ്മൾ ഓരോ ടീമുകളുടെ ഭാഗമായിട്ട് മാറുകയും പരസ്പരം വെല്ലുവിളികളും മറ്റുമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഈ ലോകകപ്പ് കഴിയുന്നതോടുകൂടി ഇതൊക്കെ അവസാനിക്കുമെന്ന പ്രതീക്ഷയാണ്. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ചില ട്രോളുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചില കമൻറ്റുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ആരോഗ്യകരമായ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും ഒന്നിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. അതിൽ വംശീയതയോ രാഷ്ട്രീയമോ ഒന്നും തന്നെ നമുക്ക് കലർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ലോകകപ്പ് നമ്മുടെ 2030, അതായത് ലോകകപ്പിൻ്റെ 100ാം വാർഷികത്തിലാണ് അടുത്ത ലോകകപ്പ് നടക്കുന്നത്. 6 രാജ്യങ്ങളിൽ, അതായത് 3 രാജ്യങ്ങൾ പ്രധാനമായിട്ടും
ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അതിൻ്റെ ഓരോ മത്സരവും കൂടി നടക്കുമ്പോൾ അതും ഇതിനേക്കാളും ഉഷാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനോജ് ടോക്സ് ആരംഭിച്ചത് ഈ ലോകകപ്പ് മത്സരങ്ങളുടെ ഒരവലോകനം പറയാൻ എന്ന രീതിയിലാണ്. ഒരു കളി പറയുക എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൃത്യമായിട്ട് പറയേണ്ടത് പറയുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഏതായാലും നിങ്ങൾ ഈ അവസരത്തിൽ തന്ന മുഴുവൻ സഹകരണത്തിനും നന്ദി പറയുന്നു. മറ്റൊരു വിഷയവുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യവുമായിട്ട് മനോജ് ടോക്സ് നിങ്ങളുടെ മുമ്പിലെത്തും. ഇനിയിപ്പോൾ ക്ലബ് ഫുട്ബോൾ ആരംഭിക്കാൻ പോവുകയാണ്. സമയത്തിൻ്റെ ചില പരിമിതികൾ മൂലം അതൊക്കെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുവാനോ ഒക്കെ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഫുട്ബോളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതൊക്കെ തന്നെ സാധിക്കുമെന്നും അറിയില്ല. ഏതായാലും മനോജ് ടോക്സിൻ്റെ ഫുട്ബോളിനെ കുറിച്ചുള്ള അവലോകനവും അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള അവലോകനവും ഒക്കെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഇനിയും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം.